രാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മരണ സമയത്ത് നമ്മുടെ ആരുടെ അപേക്ഷകളുടെ ആമേൻ. രാജ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മരണ സമയത്ത് നമ്മുടെ ആരുടെ അപേക്ഷകളുടെ ആമേൻ. രാജ്യമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞാൻ മരണ സമയത്ത് നമ്മുടെ ആരുടെ അപേക്ഷകളുടെ അതിലെ പോലെ ഇപ്പോഴും നീക്കും ആമേൻ. ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, എതിരാക്കും ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാം സഹായങ്ങളിൽ ആവശ്യം വരെയും സ്വർഗത്തിലേക്ക് അറിയിക്കണമേ. പരിശുദ്ധന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനം, അകതാരിൽ നിന്നുയരും സ്തുതി കീർത്തനം, ഓരോ അണുവിൽ കുടികൊള്ളും ചൈതന്യമേ, ഒരു വേള പോലും പിരിയാതെ പാടി ആത്മാവിൽ കീർത്തനം, അകതാരിൽ സ്തുതി കീർത്തനം, ഒടികൊള്ളും ചൈതന്യമേ, ഒരു വേള പോലും പിരിയാതെ സൂര്യന്റെ രശ്മികൾ അല്ലേ, സൂര്യാസ്തമയ രശ്മികൾ അതിഗംഭീരം. പെർത്തിലെ സൂര്യാസ്തമയം അതിഗംഭീരം. ചക്രവാളത്തിൽ, സൂര്യന്റെ ചക്രവാളത്തിലേക്ക് നോക്കുക, തീ കത്തുന്ന അല്ലേ, രണ്ട് ലൈനും കൂടി 4 ലൈനാക്കാണ്. വെരി ഗുഡ്. അതെ മാത്രമല്ല പുറത്തൊരു ചൂട് വരുമ്പോഴേ നല്ല ഒരു 45 ഡിഗ്രി ഇത്തവണ 50 ഡിഗ്രി ഒക്കെ വന്നിട്ട് വെയിറ്റ് കൊണ്ടുവരുന്ന വണ്ടികൾ ഇതിൽ കൂടെ പോകുമ്പോൾ ഈ റോഡിലൊക്കെ സംഭവിക്കും അല്ലേ? അതെ ഒരുപാട് ചെറുത് ചെയ്യണ്ട കേട്ടോ, ശരിയാട്ടോ. ഒരുപാട് ഇങ്ങോട്ട് നീങ്ങണ്ടെന്ന് പറയാണ്. എഡ്ജാണ്. അതെ, കാരണം അവിടെ റോഡ് ചെയ്യാനുള്ളത് കൊണ്ട് അവന്മാര് ചിലയിടത്ത് കുഴപ്പമില്ല, ചിലയിടത്ത് അവർ കുറച്ച് ചേർന്ന് പോയിട്ടുണ്ട്. എന്റെ അടുത്ത് ഈ പൊരിയടപ്പ വീണ്ടും കത്തിക്കേണ്ട പരിപാടി കേട്ടോ. ഇവിടൊക്കെ ഫാം മേഖലയായിരിക്കും. ബേണിങ് ചെയ്യുന്നതെന്ന് വെച്ചാല് അത് ചാരം കിട്ടും, ഒന്ന് വളമുണ്ട്, പിന്നൊന്ന് ഇങ്ങനെ ഇനിയിപ്പോ വറുതിയ വന്നെങ്കില്, വറുതി എന്ന് പറഞ്ഞാല്
സാധ്യത ഉണ്ടെങ്കിൽ അത് ബാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതാണ്ട് കുറയില്ലേ. ചപ്പ് നിന്നാലേ കത്താനുണ്ടാവും. കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്ന് കൃഷി ഇറക്കാൻ അടുത്ത കൃഷി ഇറക്കാനായിട്ട് അവിടെയുള്ള ചണ്ടികളൊക്കെ ഒന്ന് കത്തിപ്പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അണുക്കളൊക്കെ നശിച്ചു കുറേയൊക്കെ. പിന്നെ അത് വളമാണ്, കത്തി വീഴുന്നത് വളമാണല്ലോ, ഇതല്ലേ ചാരമല്ലേ. അപ്പം അത് ഒരു മുതൽക്കൂട്ടാണ്. അങ്ങനെ കേസുകളുണ്ട്. അതെ, ഒരു കുറച്ച് വീടുകളുടെയൊക്കെ ഒരു മോട്ടോർ ലോഡ്ജ് ഹോസ്പിറ്റൽ, സദേൺ ക്രോസ് ഹോസ്പിറ്റൽ. സദേൺ ക്രോസ് എന്നുള്ള നെക്സ്റ്റ് മേജർ ജില്ലയാണ്, ഡിസ്ട്രിക്റ്റാണ്, അതായത് സിറ്റി ടൗൺ. സദേൺ ക്രോസ് ഹോസ്പിറ്റൽ. സദേൺ ക്രോസ് ആണ് ഈ കാണുന്നത്. ഇത് ചുവന്ന മണ്ണാൽ മൂടപ്പെട്ടൊരു സദേൺ ക്രോസ് ആണ്. ഇപ്പോൾ നമ്മൾ എത്തിയപ്പോൾ എന്ത് പറ്റിയിരിക്കുന്ന സദേൺ ക്രോസ് അന്ധകാരമയമായിരിക്കുന്നു. കാരണം എന്താണ്, സദേൺ ക്രോസിലെ റെഡ് സാൻഡ് ആണ് ഇപ്പോൾ ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാറ് റെഡ് ആവും കുറച്ച് നേരം കേട്ടോ. അടിപൊളി അടിപൊളി. കണ്ടോ കണ്ടോ, ഇതാണ് പൊടിയാണത്, പൊടി. റെഡ് സാൻഡ്, റെഡ് സോയിൽ അല്ലേ, റെഡ് സോയിൽ, പൊടി 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 പൊടി, പൊടിയുടെ അയിരുകളി. ഓക്കെ, ഇതാണ് പെർത്ത്. ഇതാണ് ശ്വാസം മുട്ടലുള്ളവർക്ക് പണി കിട്ടാൻ വേറെ ഒന്നും വേണ്ട. ആ, എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ ചോദ്യം പുറത്ത് നമ്മളോട് ചോദിക്കൂ. ഇവിടെ ഭയങ്കര ടിക്ക്. ഇപ്പൊ മനസ്സിലായി, ഇത് ഇതിന്റെ പൊടിയാണ്, വെറുതെ അല്ല. ഏത് ആ അവിടെ വേറൊരു മൈനുണ്ട് അല്ലേ, മൈനാണ് മൈൻ. അതിന്റെ പൊടിയാണ് പൊക്കിയിരിക്കുന്നത്. മൈനില് പൊടിയാണോ? മൈനില് അങ്ങനെ പൊടി തന്നെ? മൈനിൽ വല്ല നീ പറയണ പോലെ എല്ലാം പൊട്ടിക്കോ? അങ്ങനെ പൊട്ടിക്കാൻ കവർ ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഇവിടെ ക്ലിയർ ആയി. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ. ഇവിടെ പൊടിയുണ്ട്. സദേൺ ക്രോസ് ഹോട്ടല് കറുത്ത് 368. പെർത്തിലേക്കുള്ള വഴി. പെർത്ത് അതാണ് ഈ കാണുന്നതല്ല. അതെ, സന്ധ്യ
സന്ധ്യയുടെ കൂട്ടുകാരനാണ് ഇതിൽ പോകുന്നത്. സൗദിയില് സന്ധ്യയുടെ രാത്രിയുടെ കൂട്ടുകാരൻ. വിശാലമായ ഫാം ലാൻഡ്, പെർത്ത് ഫാം ലാൻഡ്. അതാണ് സംഭവം. അവിടെയൊക്കെ ഉണ്ടോ പൊടി റൈറ്റില്? അവിടെ റൈറ്റില് ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഉഴവ് വല്ല ഫാം ഉഴവ് വണ്ടികൾ കാണും. അപ്പൊ അവനാണെന്ന് എവിടെ നിന്നെങ്കിലൊക്കെ പൊക്കി വിടുന്ന പൊടിയായിരിക്കാം ഒരു പക്ഷെ ഈ കയറി വന്ന കിലോമീറ്ററിൽ താണ്ടി. പൊടിയല്ലേ, കാറ്റുണ്ടെങ്കിൽ അവനങ്ങളെ പൊന്തിക്കും. നമുക്ക് പെർത്ത് എന്ന് പറയുമ്പോൾ പെർത്ത് എന്താണെന്ന് മനസ്സിലായി അല്ലേ? എന്നിട്ട് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തുട്ടാന്നും അത് മനസ്സിലായി കുറേയൊക്കെ. മറ്റേത് ട്രെയിൻ എന്താണ്, ട്രെയിൻ ട്രെയിലർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ അതും ഒരു തീരുമാനമായി. എന്താണ് സംഭവം, പെർത്തിന്റെ അവസ്ഥ എന്താണ്, പെർത്ത് എന്താണ് അല്ലേ? അതെ